ഹലോ, എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾക്ക് ഇന്നൊരു സിപ്പർ പൗച്ച് ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. നമുക്കിതുപോലുള്ള 2 പീസ് തുണി ആവശ്യമുണ്ട്. ഇതിൻ്റെ നീളം 20 സെൻറ്റിമീറ്റർ ആണ്, വീതി 14 സെൻറ്റിമീറ്റർ ആണ്. ഇനി പൗച്ചിന് ലൈനിങ് വയ്ക്കാൻ വേണ്ടിയിട്ടും 2 പീസ് തുണി ആവശ്യമുണ്ട്. ഇതിൻ്റെ നീളവും വീതിയും നേരത്തെ എടുത്ത തുണിയുടെ സെയിം സൈസിലുള്ളത് തന്നെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് സിപ്പാണ്. ഇതൊന്നും തന്നെ പുതിയതായിട്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതല്ല, നമ്മുടെ കയ്യിലുള്ള പഴയ തുണികളിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സിപ്പും അതുപോലെ തന്നെ പഴയൊരു ഡ്രസ്സിൽ നിന്ന് ഞാൻ അഴിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ലൈനിങ് തുണിയുടെ നല്ല സൈഡ് എടുക്കുക. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഈ സെയിം രീതിയിൽ തന്നെ മെഷീൻ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ കൈകൊണ്ട് തുന്നിയിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ലൈനിങ് തുണിയുടെ നല്ല സൈഡിൻ്റെ മേലെ നമ്മുടെ സിപ്പിൻ്റെ നല്ല സൈഡ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സിപ്പ് നമുക്ക് കൈകൊണ്ട് പിടിച്ച് തുറക്കാൻ പറ്റുന്ന ആ ഒരു സൈഡില്ലേ, അതാണ് സിപ്പിൻ്റെ നല്ല സൈഡ്. ഇതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് നമ്മൾ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മേലെ ഈ തുണി നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ സൈഡില്ലേ, ആ സൈഡാണ് നമ്മൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇത് വളരെ ഈസിയാണ്. നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലൈനിങ് തുണിയുടെ നല്ല സൈഡിൻ്റെ മേലെ സിപ്പിൻ്റെ നല്ല സൈഡ്, അതിൻ്റെ മേലെ ഈ തുണിയുടെ മാത്രം ഉള്ളിലത്തെ സൈഡാണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. എനിക്ക് സിപ്പ് ഇത്തിരി നീളം കൂടുതലുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ഇതിപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു സൈഡ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ലൈനിങ് തുണി എടുക്കുക. ലൈനിങ് തുണിയുടെ നല്ല സൈഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലെ നമ്മളുടെ സിപ്പിൻ്റെ നല്ല സൈഡ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്തില്ലേ, അതിൻ്റെ സെയിം രീതി തന്നെയാണ് വീണ്ടും നമ്മൾ ചെയ്യണത്. ഇനി ഈ തുണി വയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഉള്ളിലത്തെ സൈഡ് വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന്. ലൈനിങ് തുണിയുടെ നല്ല സൈഡിൻ്റെ മേലെ സിപ്പിൻ്റെ നല്ല സൈഡ്, അതിൻ്റെ മേലെയുള്ള തുണിയുടെ മാത്രം ഉള്ളിലത്തെ സൈഡ് വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇത് പൊട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരേ കളറുള്ള തുണികൾ ഒരു സൈഡിലേക്കായിട്ട് മാറ്റാം. കണ്ടില്ലേ, വൈറ്റ് കളറുള്ള തുണികൾ രണ്ടും ഒരു സൈഡിലേക്ക് ആക്കി, ബ്ലൂ കളറിലുള്ളത് വേറെ സൈഡിലേക്ക് ആക്കി. ഇനി നമ്മൾ ഇതിൻ്റെ 4 സൈഡും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിപ്പ് നമ്മളിപ്പോൾ അടച്ചു വെച്ചിട്ടാണെങ്കിൽ സിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം ഇത് നമ്മൾ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ചുറ്റും ഒട്ടിക്കുമ്പോൾ ബ്ലൂ കളർ തുണിയിൽ മാത്രം നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ 4 സൈഡിലും ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ മാത്രം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഗ്യാപ്പിൽ കൂടെ നമ്മുടെ ഈ തുണി മറച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഉള്ളിലത്തെ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. ഇത് മുഴുവനായിട്ടും പുറത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൈനിങ് തുണിയിൽ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലേ, കണ്ടില്ലേ, ഈ ഗ്യാപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ തുന്നി കൊടുത്താലും മതി.
നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, ഉള്ളിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ള കാരണം. ഞാൻ ഇതിനൊരു ബോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് 1-2 വീഡിയോസിൽ അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ അത് കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പറയുക, കണ്ടു നോക്കാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. താങ്ക്